ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റു മതസ്ഥരായിട്ടുള്ളവരും നിങ്ങളുടെ പേരും നാളും ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ അതുകൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക, നേരിട്ട് വിളിക്കാതിരിക്കുക. അതുപോലെ സർവസമ്പൽ സമൃദ്ധിദായകവും ഐശ്വര്യപൂർണവും ആരോഗ്യപ്രദവുമായ മഹാസുദർശനം, സ്വയംവരം, ധനലക്ഷ്മി, സരസ്വതി യന്ത്രം, ത്രിപുരസുന്ദരി, ബാണേശി തുടങ്ങിയവ ജാതക പരിശോധന നടത്തി വിധിപരമായി തയ്യാർ ചെയ്തു നൽകുന്നതാണ്. നമസ്കാരം, സുദർശന TV ചാനലിലേക്ക് സ്വാഗതം. 2026 ഭരണി നക്ഷത്രത്തിന് എങ്ങനെയുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. ഗുണദോഷ സമ്മിശ്രമായ വർഷമാണ് ഭരണി നാടുകാരെ സംബന്ധിച്ചിടത്തോളം 2026. തുടക്കത്തിൽ, അതായത് 2026 വർഷം തുടക്കത്തിൽ ജനസമ്മതി, ധനം, അംഗീകാരം, മത്സര കാര്യങ്ങളിൽ വിജയം, പുതിയ വീട് നിർമ്മാണം തുടങ്ങിയവയൊക്കെ ഭാഗ്യാനുഭവങ്ങളായി വന്നു ചേരും എന്നുള്ളത് ഉറപ്പാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ മികച്ച വിജയം നേടാൻ കഴിയും. 2026 സംബന്ധിച്ചിടത്തോളം അലസരായ വിദ്യാർത്ഥികൾക്ക് പോലും അലസതയിൽ നിന്ന് മാറ്റമുണ്ടാവുകയും വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെയധികം വിജയം കൈവരിക്കുകയും ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ധാരാളം കീർത്തി, അതുപോലെ സമ്മാനങ്ങൾ, അതുപോലെ തന്നെ പ്രശസ്തി പത്രങ്ങൾ തുടങ്ങിയവയൊക്കെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നതിനുള്ള ഭാഗ്യവും 2026 ഉണ്ടാകുമെന്നുള്ളതാണ്. വിവാഹമൊക്കെ തടസ്സമായി നിൽക്കുന്ന യുവതീ യുവാക്കൾക്ക് 2026 അനുകൂലമായിരിക്കുന്ന ഒരു സമയമായി വരികയാണ്. ഭരണി നക്ഷത്രക്കാരായിരിക്കുന്ന യുവതീ യുവാക്കൾക്ക് വിവാഹത്തിലൊക്കെ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ട് നിൽക്കുകയാണെങ്കിൽ അതൊക്കെ ഒഴിവായി വിവാഹത്തിൽ കലാശിക്കുന്ന തരത്തിലുള്ള ജീവിതം വന്നു ചേരുക തന്നെ ചെയ്യും എന്നുള്ളത് 2026 പ്രത്യേകതയാണ്. അതുപോലെ തന്നെ കലാകാരന്മാർക്ക് സർക്കാർ സമ്മാനങ്ങൾ, അതുപോലെ തന്നെ സർക്കാരിൻ്റേതായ അംഗീകാരങ്ങൾ, അതുപോലെ അവാർഡുകൾ തുടങ്ങിയവയൊക്കെ അവാർഡുകൾ തുടങ്ങിയവയൊക്കെ വന്നു ചേരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാകും. എന്ന് പറഞ്ഞാൽ കുറച്ചു കാലങ്ങളായി വിദേശത്ത് ജോലിയിൽ ഏർപ്പെട്ട് നിൽക്കുകയും സാമ്പത്തികമായ യാതൊരുവിധ എഴുമ്പേറ്റങ്ങളോ അല്ലെങ്കിൽ ഉയർച്ചകളോ ഇല്ലാതെ നിൽക്കുന്ന ആളുകൾക്ക്, വളരെ ബുദ്ധിമുട്ടാർന്ന തരത്തിൽ വിദേശത്ത് ജീവിക്കുന്നവർക്ക് 2026 മുതൽ മാറ്റം കണ്ടു തുടങ്ങും എന്നുള്ളതാണ്. തന്നെയല്ല, ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ സാമ്പത്തികമായ വലിയ സ്രോതസ്സുകൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ നിന്ന് പോലും നിങ്ങൾക്ക് കൃത്യമായ തരത്തിൽ വേതനം ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നുണ്ട്. ശമ്പളമൊക്കെ കൃത്യമായി ലഭിക്കാനുള്ള അവസരത്തിലേക്ക് വരികയാണ്. 2026 അത്തരത്തിലുള്ള ജോലിക്കാർക്കൊക്കെ അനുകൂലമായ സമയം തന്നെയാണെന്ന് ഉദ്ദേശിച്ചോണം. അതുപോലെ വിദേശത്തേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും ആ ആഗ്രഹം നടപ്പിലാകുന്ന വർഷം കൂടിയിട്ടാണ് 2026 എന്ന് പറയാം. അതുപോലെ തന്നെ പഠിക്കുന്നവർക്ക് വളരെ വളരെ നല്ല സമയമാണ്. ഓരോ രാശി കാലഘട്ടത്തെക്കുറിച്ച് മനസ്സിലാക്കി വരുമ്പോഴും പഠന കാര്യങ്ങൾക്കും അതുപോലെ തന്നെ ജോലി ഒക്കെ ആഗ്രഹിക്കുന്ന യുവതീ യുവാക്കൾക്ക് അവരാഗ്രഹിക്കുന്ന തലത്തിൽ തന്നെ ജോലിയിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു ഭാഗ്യം കൂടി 2026 ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ അലങ്കാര സാധനങ്ങൾ വാങ്ങുകയും ഗൃഹം അഥവാ വീട് മോടി പിടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുകയും ചെയ്യും. ജനപ്രതിനിധികൾക്ക് ഉത്തമമായ കാലഘട്ടമാണ്. തീർച്ചയായും ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുവാൻ കഴിയും വിധമുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാൻ ജനപ്രതിനിധികൾക്ക് കഴിയും എന്നുള്ളത് ഉറപ്പാണ്. ജനപ്രതിനിധിയായി നിൽക്കുന്ന ഭരണി നക്ഷത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവത്തിലേക്ക് എത്താൻ കഴിയുന്ന ഒരുപാട് ഭാഗ്യ സന്ദർഭങ്ങൾ ഉണ്ടായി വരുമെന്നുള്ളതാണ് ഉറപ്പിച്ചു പറയാനുള്ളത്.
അതുപോലെ തന്നെ കൃഷിക്കാർക്കും കച്ചവടക്കാർക്കും തൊഴിലാളികൾക്കും 2026 വളരെ തൃപ്തികരമാണ്. കാർഷിക വൃത്തിയിൽ വലിയ നഷ്ടമൊന്നും കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയും. അതുപോലെ തന്നെ കച്ചവടക്കാർക്ക് കച്ചവടത്തിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു നല്ല വരുമാനം കച്ചവടത്തിൽ നിന്ന് ലഭിക്കുവാനുള്ള ഭാഗ്യം 2026 കാണുന്നുണ്ട്. അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഒരു വർഷമാണ്. സാമ്പത്തിക സ്ഥിതിഗതിയിലാണെങ്കിലും അതുപോലെ തന്നെ ജീവിത വ്യവസ്ഥയിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുകയും ആ മാറ്റങ്ങളൊക്കെ വളരെ തൃപ്തിദായകമാവുകയും സന്തോഷപൂർണമായ ജീവിതത്തിൻ്റെ ഭാഗമായി മാറാൻ കഴിയുകയും ചെയ്യുമെന്നുള്ളതാണ്. കരിയറിലൊക്കെ വലിയ വലിയ മാറ്റങ്ങളാണ് ഭരണി നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പുകളൊക്കെ വളരെ നല്ല തരത്തിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. വന്നു ചേരുന്ന സൗഹൃദങ്ങളിലൂടെ പുതിയ പുതിയ ഭാഗ്യങ്ങൾ ഉടലെടുക്കും. പ്രണയബന്ധങ്ങളൊക്കെ സാക്ഷാത്കരിക്കുവാനുള്ള സമയം 2026 കാണുന്നുണ്ട്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള അവസരങ്ങളുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ശ്രീകൃഷ്ണ ഭഗവാനെയും ദുർഗാദേവിയെയും സർപ്പദേവതമാരെയും ഒക്കെ ആരാധിക്കുക, കഴിയുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. തീർച്ചയായിട്ടും ആയില്യത്തിന് 100 പാലും സമർപ്പിച്ച് സർപ്പദേവതയ്ക്ക് മുടങ്ങാതെ പ്രാർത്ഥനകൾ നൽകുക തുടങ്ങിയവയൊക്കെ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭാഗ്യങ്ങൾ എത്തിച്ചേരുന്നതിനുള്ള വഴിയായിട്ട് കാണുന്നുണ്ട്. 2026 തുടങ്ങി 7 മാസക്കാലത്തോളം വളരെ തൃപ്തിദായകമായിരിക്കുന്ന ജീവൽ വ്യവസ്ഥകളാണ് എങ്കിൽ അതിനുശേഷം വരുന്ന 8, 9, 10 മാസങ്ങൾ ചിലപ്പോൾ ദുരിതപൂർണമായി മാറുവാനുള്ള അവസരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്ര ദർശനം പതിവാക്കാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. അതുപോലെ തന്നെ വിഘ്നങ്ങൾ പൊതുവെ കുറയും, അതായത് തടസ്സങ്ങൾ പൊതുവെ കുറയും. ഉദ്യോഗത്തിലൊക്കെ പുരോഗതി ഉണ്ടാകും. ഉദ്യോഗ സംബന്ധമായ കാര്യത്തിനു വേണ്ടി യാത്ര ചെയ്യേണ്ടി വരും. അതുപോലെ ശത്രുക്കൾ പരാജയപ്പെടുമെന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന കാര്യമാണ്. നിങ്ങളുടെ വർത്തമാനങ്ങൾക്ക് മുമ്പിലും പ്രവർത്തനങ്ങൾക്ക് മുമ്പിലും സൗഹൃദങ്ങൾക്ക് മുമ്പിലും ശത്രുക്കളൊക്കെ പരാജയപ്പെട്ടു പോകുന്നത് കാണാൻ കഴിയും. കുടുംബപരമായി അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടമുണ്ടായി വരുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ചെറുപ്പക്കാർക്കൊക്കെ വിവാഹയോഗം കാണുന്നുണ്ട്. അതുപോലെ തന്നെ സന്താനയോഗം. മുടങ്ങിയ പഠനം പുനരാരംഭിക്കാനുള്ള ഭാഗ്യം ഭരണി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. പെൻഷനായവർക്ക് പുതിയ ജോലിക്ക് താൽക്കാലികമായി കയറാനുള്ള സൗകര്യവും കാണുന്നുണ്ട്. ഭൂമിയിൽ പണം നിക്ഷേപിക്കാനുള്ള സമയമാണ്. അതായത് കാർഷിക വൃത്തിയിലൊക്കെ ആണെങ്കിലും ബിസിനസ് മേഖലയിലൊക്കെ ആണെങ്കിലും പണം നിക്ഷേപിച്ചാൽ തീർച്ചയായും ഇരട്ടിയായി തന്നെ കൈകളിലേക്ക് എത്താനുള്ളൊരു ഭാഗ്യം കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ കൊണ്ട് അഭിമാനമുണ്ടാകുമെന്നുള്ളത്. ഭരണി നക്ഷത്രക്കാരായിരിക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ സന്താനങ്ങളെ കൊണ്ടൊക്കെ വലിയ ഭാഗ്യമുണ്ടാകുന്ന വ്യവസ്ഥിതി കാണുന്നുണ്ട്. ശത്രു ശല്യത്താൽ ചില കാര്യങ്ങൾക്ക് താമസമുണ്ടാകുമെങ്കിലും പരിഹാരം ഉടൻ തന്നെ ഉണ്ടായി മാറും. നല്ല മംഗളകർമ്മങ്ങൾ വീട്ടിൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മംഗളകരമായ ഒരുപാട് കാര്യങ്ങൾ വീട്ടിൽ നടക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നടക്കുന്നതിനായിട്ടുള്ള സമയമാണ് 2026. 7 മാസത്തിന് ശേഷം, അതായത് 2026 8-ാം മാസം മുതൽ ചില കുഴപ്പങ്ങൾ ഉണ്ടാകുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും ചില അലസതകൾക്ക് വന്നു ചേരാനുള്ള വ്യവസ്ഥിതി കാണുന്നുണ്ട്. കളത്ര കലഹം, ഭാര്യയുമായിട്ടൊക്കെ കലഹം കൂടേണ്ടുന്ന അവസ്ഥ വന്നു ചേരാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ലഭിച്ചുകൊണ്ടിരിക്കുന്ന സഹായം പെട്ടെന്ന് നിന്നു പോകാനുള്ള വ്യവസ്ഥിതി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്ങൾക്ക് ഇടയാകുന്ന സാഹചര്യം ഉണ്ടാകുന്ന വ്യവസ്ഥിതി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശ്രീകൃഷ്ണ ഭജനവും ദുർഗാദേവി ഭജനവും പൂജയും ഒക്കെ നേരത്തെ തന്നെ ഞാൻ നിഷ്കർഷിച്ചത്. തീർച്ചയായിട്ടും നല്ല സമയങ്ങളിൽ ഈ പൂജകൾ അതുപോലെ തന്നെ ക്ഷേത്രദർശനം തുടങ്ങിയവ നടത്തി മുന്നോട്ട് പോയാൽ ഈ ദോഷകാഠിന്യം കുറയും എന്നുള്ളതാണ്. ഏർപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ പിന്നീട് വിജയമുണ്ടാകും. അതായത് 8, 9, 10 മാസങ്ങൾ കഴിഞ്ഞ് വരുന്ന മാസം മുതൽ ഏർപ്പെടുന്ന കാര്യങ്ങൾക്കൊക്കെ നല്ല വിജയമുണ്ടാകും. ഈ 3 മാസം വളരെ ശ്രദ്ധിക്കണം.
അതുപോലെ തന്നെ ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം വിജയമുണ്ടാകും. സന്താനങ്ങൾ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ കാര്യത്തിൽ വീണ്ടും പുരോഗമനമുള്ളവരായി മാറും. പൊതുവിൽ കുടുംബത്തിന് സന്തോഷം വന്ന് നിറയുന്ന അവസ്ഥ കാണാം. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ 8-9 മാസങ്ങളിൽ അപകട സാധ്യത ഉണ്ട്. ബന്ധുമിത്രാദികളുമായി കലഹത്തിനുള്ള സാധ്യത കാണുന്നുണ്ട്. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഈ 8-9 മാസങ്ങൾ 2026 8-9 മാസങ്ങളിൽ വന്നു ചേരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിനുശേഷം വരുന്ന സമയം സുഖ ദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങൾ ഉണ്ടാകാം. അതുപോലെ തന്നെ കലഹങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഈ മാസങ്ങളിൽ, ഈ ദുരിത മാസങ്ങളിൽ വന്നു ചേരാം. പല കാര്യങ്ങളിലും വിഘ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടാകുന്നതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ 8-9 മാസങ്ങൾ, 8-9-10 മാസങ്ങളിലാണ് ഈ ബുദ്ധിമുട്ടുകൾ. ആദ്യത്തെ 1 മുതൽ 7 വരെയുള്ള മാസക്കാലങ്ങൾ വളരെയധികം നല്ല സമയമാണ്. പിന്നീട് വരുന്ന 3 മാസക്കാലമാണ് ഈ ബുദ്ധിമുട്ട്. പിന്നെ വരുന്ന 2 മാസക്കാലത്തോളം വളരെ സന്തോഷകരമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലം അനുഭവിക്കുവാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ സാമൂഹികവും സാമ്പത്തികവുമായ ഗുണങ്ങൾ ഉണ്ടാകും. ആരോഗ്യം വളരെ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. പിന്നെ ഉത്തരം, അത്തം നക്ഷത്രങ്ങളിൽ പ്രവർത്തനങ്ങൾ എന്തു ചെയ്താലും ഭരണി നക്ഷത്രക്കാർക്കൊരു വിജയമുണ്ടാകും. പിന്നീട് 2026 നവംബർ ഡിസംബർ മാസങ്ങളിൽ ദ്രവ്യലാഭം, അതുപോലെ തന്നെ ഏറെ സന്തോഷമുണ്ടാകുന്ന പ്രവൃത്തിയിൽ പങ്കാളിയാകാൻ കഴിയും. ഉദ്യോഗ കയറ്റങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ സാമ്പത്തികമായ ഉയർച്ചയും കീർത്തിയും ഉണ്ടാകും. തിരുവോണം, അവിട്ടം നക്ഷത്രങ്ങൾ ആ സമയത്ത് പല നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കുവാൻ കഴിയുന്ന നക്ഷത്ര ദിവസങ്ങളായിരിക്കും. അതുപോലെ വരവും ചെലവും പൊരുത്തപ്പെടാതെ പോകുന്നത് നോക്കിക്കോണം. നമുക്ക് കയ്യിലേക്ക് പണം വന്നു ചേരുമ്പോൾ നമുക്ക് ചില ആഗ്രഹങ്ങൾ വർദ്ധിക്കുന്നു. ആ ആഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ വന്നു ചേരുന്ന പണം മുഴുവനായി നഷ്ടപ്പെടുത്താതെ പ്രത്യേകം നോക്കിക്കോണം. പണം നഷ്ടമാകുന്നൊരു വ്യവസ്ഥിതി ഈ പറഞ്ഞതുപോലെ തന്നെ നവംബർ ഡിസംബർ മാസങ്ങളിൽ കാണുന്നുണ്ട്. പൊതുവെ നല്ല ഒരു മുന്നോട്ടുള്ള പോക്കാണ് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വന്നു ചേരുന്നത്. അതുപോലെ തന്നെ ഈ ബുദ്ധിമുട്ടാർന്ന മാസങ്ങളിൽ 8-9-10 മാസങ്ങൾ ബുദ്ധിമുട്ടാർന്ന് എന്ന് പറയുമ്പോഴും ഭാഗ്യക്കുറി പോലെയുള്ള വലിയ സമ്മാനാദികൾ വന്നു ചേരാനുള്ള ഭാഗ്യം ആ സമയത്തുണ്ട്. ആ ബുദ്ധിമുട്ടുള്ള സമയത്ത് ചില ഭാഗ്യങ്ങൾ വന്നു ചേരും. അത് ആ ബുദ്ധിമുട്ടിനെ ഒഴിവാക്കുന്ന തരത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്നും വിധി കാണുന്നുണ്ട്. സ്വാഭാവികമായും 2026 കാലം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമാണ് എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഗുണം കൂടുതലും ദോഷം കുറവുമാണ്. പക്ഷേ പ്രവർത്തന മുഖ്യം കൊണ്ട് ഇത് നേരെ തിരിച്ചാവാതെ നോക്കിക്കോണം. ക്ഷേത്ര ദർശനങ്ങൾ വളരെ അനിവാര്യമാണ്. ക്ഷേത്ര ദർശനത്തിലൂടെയുള്ള ഭക്തിദായകമായ പൂജാതി കാര്യങ്ങളും മറ്റു വ്യവസ്ഥകളും ഒക്കെ വളരെ അനുകൂലമായിട്ട് നമുക്ക് സ്വാധീനം ചെലുത്തും. ഈശ്വരാനുഗ്രഹമുള്ള സമയമാണ്. ഈ 8-9-10 മാസങ്ങളിൽ ഈശ്വരാനുഗ്രഹം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ തന്നെ ക്ഷേത്ര ദർശനം അനിവാര്യമാണ്. അധികം സംസാരിക്കാത്തവരും അതുപോലെ തന്നെ അന്യരുടെ കാര്യത്തിൽ കഴിവതും ഇടപെടാതെ കഴിയാൻ ആഗ്രഹിക്കുന്നവരുമാണ് ഭരണി. പൊതുവിലുള്ള അഭിപ്രായം. സ്വന്തം അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളാണിവർ. അന്യരുടെ അഭിപ്രായം അനുസരിച്ച് സ്വന്തം അഭിപ്രായത്തിൽ മാറ്റം വരുത്തുവാൻ സാധാരണഗതിയിൽ അവർ തയ്യാറാവുകയില്ല എന്നുള്ളതാണ്. പെരുമാറ്റത്തിൽ അല്പം കർക്കശത്വം ഉണ്ടാകും. അതായത് ചില കാർക്കശത്തോടു കൂടിയുള്ള കുറച്ച് പരുക്കൻ തരത്തിലുള്ള പെരുമാറ്റമായിരിക്കും പലപ്പോഴും ഉണ്ടാവുക. അതുമൂലം എല്ലാവരുമായും യോജിച്ചു പോകാൻ ഇവർക്ക് കഴിയില്ല. ചിലപ്പോൾ സത്യസന്ധതയും സദാചാരനിഷ്ഠയും ഇവരിലുണ്ടാകും. അതുപോലെ തന്നെ സഹനശക്തി കുറയും. സഹിക്കാനുള്ള ശേഷിയൊക്കെ കുറയും. പെട്ടെന്ന് ക്ഷോഭിക്കും. ക്ഷോഭം അധിക സമയം നീണ്ടു നിൽക്കുകയില്ല. എല്ലാവരുടെയും തെറ്റുകളും ക്ഷമിക്കാനുള്ള മഹാമനസ്കതയും ഭരണി നാളുകാർ കാണിക്കും. അഭിമാനത്തെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവുകയില്ല ഈ നക്ഷത്രക്കാർ. അഭിമാനത്തോട് അല്ലെങ്കിൽ അഭിമാനത്തിന് ഭംഗം വരുത്തുന്ന സാഹചര്യമുണ്ടായാൽ ചിലപ്പോൾ നാട് വിട്ടു പോകാൻ തന്നെ ചിലപ്പോൾ തയ്യാറാകുന്നവരാകും ഈ ഭരണി നക്ഷത്രക്കാർ. ആത്മഹത്യ ചെയ്യുക തുടങ്ങിയവയെക്കുറിച്ച് ചിന്തിച്ചു കളയും. അത് ഭരണി നക്ഷത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്.
അപ്പോൾ ഞാൻ ഈ പൊതുവായിട്ടുള്ള ചില ഗുണങ്ങളും ഫലങ്ങളും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടുന്നത്. അന്യരുടെ ചിന്താഗതികൾ വളരെ വേഗം മനസ്സിലാക്കുകയും അതനുസരിച്ച് തന്ത്രങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്യുന്ന മാനസികമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇവരിലുണ്ടാകും. അതുപോലെ ധാരാളം എതിരാളികൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അവരുടെ മുൻപിൽ തലകുനിക്കാനോ വിട്ടുവീഴ്ച ചെയ്ത് ഒത്തുതീർപ്പുണ്ടാക്കാനോ താല്പര്യം കാണിക്കുകയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കഷ്ടനഷ്ടങ്ങളെപ്പറ്റി ആരോടും പരാതിപ്പെടുകയില്ല. സ്വതന്ത്ര ബുദ്ധികളായിരിക്കും ഇവർ എന്ന് പറയുന്നതിൽ യാതൊരുവിധ തെറ്റുമില്ല. ഇപ്പോൾ ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 2026 എന്ന് പറയുന്നത് ഗുണദോഷ സമ്മിശ്രമാണ്. പൊതുവിലുള്ള ഫലം കൂടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ നല്ല സമയമാണ്. ആ നല്ല സമയത്തെ നല്ലതാക്കി എടുക്കുവാൻ നിങ്ങൾ പരിശ്രമിക്കണം. 8, 9, 10 മാസങ്ങൾ 2026 8, 9, 10 മാസങ്ങൾ ദോഷസമ്മിശ്രമാണ്. തീർച്ചയായിട്ടും ദോഷമായതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേത്ര ദർശനങ്ങളും പൂജാതി വഴിപാട് കാര്യങ്ങളുമൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക. ഏറ്റവും നല്ല ഒരു വർഷമായി ഭരണി നാളുകാർക്ക് 2026 ഭവിക്കട്ടെ. അതിനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.